നിങ്ങൾ ഈ ഓവർ കോൺഫിഡൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് എനിക്ക് ഈ വർക്കിൽ സംഭവിച്ചിട്ടുള്ളത്. കസ്റ്റമർ ഓർഡർ കൺഫേം ആക്കാൻ വേണ്ടി അഡ്വാൻസ് പേയ്മെൻറ്റ് ഇട്ടു. പേയ്മെൻറ്റ് കിട്ടിയവിടെ ഞാൻ സാധനം പർച്ചേസ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തു. കസ്റ്റമർക്ക് അയച്ചു, ഇഷ്ടപ്പെട്ടു, കൊറിയർ അയച്ചു. ബാലൻസ് എമൗണ്ട് അവർ അയച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിൻ്റെ എനിക്ക് സ്ക്രീൻഷോട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ബാലൻസ് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു അക്കൗണ്ടിൽ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ ഒരു ട്രാൻസാക്ഷനേ വന്നിട്ടില്ല ഗൈസ്. ഞാൻ പെട്ടു, എനിക്ക് എന്താക്കേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഇവർ വിളിച്ചു. കാരണം ഓൾറെഡി കൊറിയർ അയക്കുകയും ചെയ്തല്ലോ. അങ്ങനെ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു സാധനം പേയ്മെൻറ്റ് ചെയ്യാൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. അവർ ഇതുവരെ ഇപ്പോൾ വരെ അവർ പറയുന്നത് അവർ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് പോയിട്ടുണ്ടെന്നാണ്. ഇതാണ് കേട്ടോ ആ കക്ഷി. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റയിൽ ഇട്ടൊന്ന് റിപ്പോർട്ട് അടിക്കണേ. ഓക്കെ, എന്നാൽ കുഴപ്പമില്ല. താൻ പോവാറാവുമ്പോൾ എനിക്കൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിടാം. പോകാൻ പറ്റും അങ്ങനെ പുള്ളികളായിട്ടുള്ള വേണ്ട. ഞാൻ തനിക്ക് കാണിച്ചുള്ള മോഡലില്ല. ഇപ്പോൾ താൻ എനിക്ക് അയച്ചത് ഞാൻ തനിക്ക് എൻ്റെ ഇത് കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ കുറച്ച് വലിയൊരു വർക്ക് കണ്ടല്ലോ. അതെങ്ങനെ അറ്റത്തെ ആൾ മെലിഞ്ഞിട്ടാണോ ഓവർ തടിയൊന്നും ഉള്ള ആളല്ല മാത്രമല്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിന് ഇതുവരെ ഫെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അല്ലാണ്ട് വെച്ചാൽ എനിക്ക് ടെക്സ്റ്റ് മെസ്സേജസ് അങ്ങനെ വരില്ല. കിട്ടുന്ന പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. ബാങ്ക് ഫോൺ പേ വഴി ക്യാഷ് അയച്ചിട്ടുണ്ട്, നമ്മളത് ഡെബിറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അവരിൽ അയച്ച ആളിൽ അത് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് അറിയാം. അക്കൗണ്ടിൽ യോനോസ് ഡേ എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അത് ഞാൻ പണ്ട് കണ്ട് എടുത്ത സമയത്ത് അവർ നിർബന്ധിച്ചാൽ ആരെല്ലാം പിടിച്ചാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത്. പക്ഷേ ഞാനിപ്പോൾ അവരുടെ ഫോണിൽ ഇല്ലായിരുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയപ്പോൾ അവർ ഇതെടുത്താൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ. പക്ഷേ അത് ഓപ്പൺ ആവണമെങ്കിൽ അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് എനിക്ക് അറിയാത്തതുകൊണ്ട് അവർക്ക് ഇതെല്ലാം അവളുടെ ചാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു അവൾ ഫേക്ക് അല്ല എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. കാരണം എനിക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷനിലായിരുന്നു സാധനം പേയ്മെൻറ്റ് കിട്ടും എന്നുള്ളൊക്കെ ഒരു എക്സ്പെക്റ്റേഷനിൽ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും അവൾ ഫേക്കാണ്. എനിക്ക് വേറെ ക്രാഫ്റ്റേഴ്സൊക്കെ മെസ്സേജ് അയച്ച് വന്നപ്പോഴാണ് ആൾ ശരിക്കും ഫേക്കാണെന്നുള്ളത് ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് മെസ്സേജ് അയച്ചപ്പോൾ ഒന്നും ഒക്കെ ഒരു വിഷയമല്ല. അവൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള മറ്റിലാണ്. അപ്പോൾ അവളുടെ വോയിസ് ഞാൻ കൊടുക്കാം കേട്ടോ. എന്നോട് ആരും ഡയലോഗ് അടിച്ചിട്ടില്ല. ഞാൻ ഈ സംസാരിച്ച മാതിരി കൾച്ചർ ഇല്ലാണ്ട് ഡി പൊടി എന്നൊന്നും പറഞ്ഞ് സംസാരിച്ചിട്ടില്ല. എൻ്റെ ആവശ്യം ഞാൻ അങ്ങനെ സംസാരിക്കാറുമില്ല. പിന്നെ ഈ രാമനാട്ടുകാർ ഡി ടി ഡി നിനക്കൊരു കുറച്ച് കിട്ടാണ്ടാക്കുന്നു പറഞ്ഞു. അത് എന്നെ ബാധിക്കുന്ന കേസല്ല. രാമനാട്ടുകാർ ഡി ടി ഡി മാത്രമല്ല ഉള്ളത്. പിന്നെ തൻ്റെ കയ്യിലുള്ള അഡ്രസ്സ് അതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിലെന്താ പറഞ്ഞത് മംഗലത്ത് ഹൗസ്. അത് മംഗലത്ത് ഹൗസ് എന്നുള്ളതിന് പകരം എനിക്കിപ്പോൾ ഇപ്പം എന്താ പറയുക തലയിൽ ഹൗസോ ചേനയിൽ ഹൗസോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അഡ്രസ്സ് ഉണ്ടാക്കാം. കാരണം അവിടെ എൻ്റെ ID കാർഡും കാര്യങ്ങളും ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ നോട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു ക്രാഫ്റ്റേഴ്സ് ഇതേപോലെ ആവാണ്ടിരിക്കുക. ഇത് 2-3 ക്രാഫ്റ്റേഴ്സിൻ്റെ സ്ക്രീൻഷോട്ടാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. തേച്ച